ഇടുക്കിയിലെ പാപ്പാത്തിച്ചോലിയിലെ കുരിശു പൊളിച്ചതും നിരോധനാജ്ഞ പ്രഖ്യാപിച്ചതും തെറ്റെന്ന് മുഖ്യമന്ത്രി. ഇടുക്കി ജില്ലയിലെ പട്ടയ വിതരണം സംബന്ധിച്ച് വിഷയം ചർച്ച ചെയ്യാൻ വിളിച്ച യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. കയ്യേറ്റവും കുടിയേറ്റവും സർക്കാർ രണ്ടായി കാണുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. മൂന്നാറുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ ചർച്ച ചെയ്തു. ഈ സർക്കാരിനെ അറിയിക്കാതെ സ്വീകരിച്ച നടപടികൾ ശരിയായില്ല എന്ന് കളക്ടറെടുത്തും സബ് കളക്ടറെടുത്തും സംസാരിച്ചിട്ടുണ്ട്. അവിടെ സർക്കാരിൻ്റെ സമീപനം ഇക്കാര്യത്തിൽ വ്യക്തതയുള്ളതാണ്. അത് ഞാൻ വ്യക്തമാക്കിയതാണ്, ഇനി വീണ്ടും ആവർത്തിക്കേണ്ടതില്ല. കയ്യേറ്റത്തിനോട് വിട്ടുവീഴ്ചയില്ല. എന്നാൽ കുടിയേറ്റക്കാർ അവിടെയുണ്ട്, അവരെ സംരക്ഷിക്കുന്ന നിലപാടാണ് സർക്കാരിൻ്റെ. അപ്പോൾ കഴിഞ്ഞൊരു യോഗം നടത്തിയതായിരുന്നു. ആ യോഗത്തിൽ നേരത്തെ തീരുമാനിച്ചിരുന്നത് ഈ 30-ാം തീയതിക്കുള്ളിൽ അവിടെ ഉള്ളവർക്കെല്ലാം പട്ടയം കൊടുക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നാണ്. അപ്പോൾ കാര്യമായ ശ്രദ്ധ ആ കാര്യത്തിലായിരുന്നു വേണ്ടിയിരുന്നത്. എന്നാൽ അത് വേണ്ടത്ര ജാഗ്രതയോടെ നീക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് മെയ് പകുതിക്ക് ശേഷം എന്ന നിലയിലേക്ക് മാറ്റേണ്ടതായി വന്നു. ഇപ്പോൾ വീണ്ടും അവരെടുത്ത് പറഞ്ഞിരിക്കുകയാണ് പട്ടയം പെട്ടെന്ന് തന്നെ കൊടുക്കാൻ കഴിയണം, അതിനാവശ്യമായ. ഇതോടൊപ്പം നമ്മുടെ സംസ്ഥാനത്ത് ചില കയ്യേറ്റങ്ങളുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. ആ കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുന്നതിന് ശക്തമായ നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ട്. സർക്കാർ അത്തരമൊരു നടപടി സ്വീകരിക്കുന്നതിന് മുൻപായി എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും യോഗം വിളിക്കാൻ ഉദ്ദേശിക്കുന്നു. അതോടൊപ്പം തന്നെ ഒരുപാട് പാരിസ്ഥിതിക പ്രശ്നങ്ങൾ കൂടി ഇതിനകത്ത് ഉൾപ്പെടുന്നുണ്ട്. അതുകൊണ്ട് പരിസ്ഥിതി പ്രവർത്തകരെ കൂടി ഒരു യോഗം വിളിച്ച് കാര്യങ്ങൾ ചർച്ച ചെയ്യണമെന്ന് ഉദ്ദേശിക്കുന്നുണ്ട്. ഇതിനകത്ത് ഒരുപാട് മതപരമായ പ്രശ്നങ്ങൾ കൂടി ഉൾക്കൊള്ളുന്നുണ്ട്. അതുകൊണ്ട് വിവിധ മതാധ്യക്ഷന്മാരുടെ യോഗവും ഇതിൻ്റെ ഭാഗമായി വിളിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ മാധ്യമങ്ങളുടെ പ്രധാനികളെയും ഇതുമായി ബന്ധപ്പെട്ട് വിളിച്ച് ചർച്ച ചെയ്യണമെന്ന് ഉദ്ദേശിക്കുന്നുണ്ട്. ഇങ്ങനെയെല്ലാമുള്ള ചർച്ചകൾ നടത്തി അവർക്കുള്ള അഭിപ്രായങ്ങൾ ഒഴിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ടാകും. ആ അഭിപ്രായങ്ങളെല്ലാം ലഭിച്ചതിന് ശേഷം ഏതാണോ ഏറ്റവും ഗുണകരമായിട്ടുള്ളത് അത് സ്വീകരിക്കാമെന്നൊരു ധാരണയും സർക്കാരിനുണ്ട്. അതും ഇപ്പോൾ അവരുടെ അടുത്ത് അറിയിച്ചിട്ടുണ്ട്. പിന്നെ ജനപ്രതിനിധികളെയും പൊതുപ്രവർത്തകരെയും ഒരു അകറ്റി നിർത്തുന്ന സമീപനം സ്വീകരിക്കാൻ പാടില്ല, നല്ല രീതിയിൽ ബന്ധപ്പെട്ട് പോകണമെന്നത് അവരോട് ഉപദേശിച്ചിട്ടുണ്ട്. ജിതിൻ ചന്ദ്രൻ ചേരുകയാണ് വിവരങ്ങളുമായി. ജിതിൻ, കയ്യേറ്റം ഒഴിപ്പിക്കലിൽ സ്വീകരിക്കേണ്ട മാനദണ്ഡങ്ങളെക്കുറിച്ച് വ്യക്തമായൊരു ധാരണയിൽ യോഗം എത്തിച്ചേർന്നിട്ടുണ്ടോ? തീർച്ചയായും ഗ്രീഷ്മ, മൂന്നാർ സംബന്ധിച്ച് ചർച്ച ചെയ്ത ഉന്നതതല യോഗത്തിന് ശേഷം മുഖ്യമന്ത്രിയുടെ വാക്കുകളാണ് നാം കേട്ടത്. കയ്യേറ്റം ഒഴിപ്പിക്കുമ്പോൾ തുടരേണ്ട നടപടികളും എടുക്കേണ്ട നിബന്ധനകളും സംബന്ധിച്ച് മുഖ്യമന്ത്രി യോഗത്തിൽ വിശദീകരിക്കുകയുണ്ടായി. ഒപ്പം ഇപ്പോൾ ഉയർന്നിരിക്കുന്ന സർക്കാരിനോട് ആലോചിക്കാതെ നടപടികളെടുത്ത് സംബന്ധിച്ചുള്ള വിമർശനവും അദ്ദേഹം യോഗത്തിൽ വിശദീകരിച്ചു. അത് അദ്ദേഹം പറയുകയും ചെയ്തു. സർക്കാരുമായി ആലോചിക്കാതെ കുരിശു പൊളിക്കുന്ന രീതിയിലും ഒപ്പം പോലീസുമായി ആലോചിക്കാതെ നിരോധനാജ്ഞ പ്രഖ്യാപിച്ച കാര്യങ്ങളുമെല്ലാം അദ്ദേഹം വിമർശിക്കുകയുണ്ടായി. ഒപ്പം ഇക്കാര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് യോഗത്തിലെ തീരുമാനം മൂന്നാറിലെ കയ്യേറ്റം ഒഴിപ്പിക്കൽ സംബന്ധിച്ച് തീരുമാനമെടുക്കാനായി സർവകക്ഷി യോഗം വിളിക്കുമെന്നതാണ്. എല്ലാ രാഷ്ട്രീയ കക്ഷി നേതാക്കളുമായും ഇക്കാര്യത്തിൽ കൂടിയാലോചനകൾ നടത്തും. ഒപ്പം ഇത് മതപരമായ ചില വിഷയങ്ങൾ പല സ്ഥലങ്ങളിലും കയ്യേറ്റം ഒഴിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്നതിനാൽ മതമേലധ്യക്ഷന്മാരുടെ യോഗം ചേരാനും തീരുമാനിച്ചിട്ടുണ്ട്. ഒപ്പം മാധ്യമപ്രതിനിധികളുമായി മുഖ്യമന്ത്രി ഇതിനു മുന്നോടിയായി കൂടിക്കാഴ്ച നടത്തും. അതിനുശേഷം ഗുണപരമായ കാര്യങ്ങൾ മുൻനിർത്തിയായിരിക്കും കയ്യേറ്റം ഒഴിപ്പിക്കൽ തുടരുക എന്നതാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത്. കയ്യേറ്റക്കാർക്കെതിരെ കയ്യേറ്റം ഒഴിപ്പിക്കുന്നതിൽ ശക്തമായ നടപടി തുടരും എന്ന് തന്നെയാണ് മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത്. ഒപ്പം ഇതിൽ കയ്യേറ്റക്കാരെ ഒഴിപ്പിക്കുമ്പോൾ കുടിയേറ്റക്കാരുമുണ്ട്, അവർക്ക് ദോഷം വരാത്ത രീതിയിൽ വേണം നടപടിയെടുക്കാൻ. അതിനായി കയ്യേറ്റക്കാരുടെ പട്ടിക തയ്യാറാക്കാനും യോഗത്തിൽ തീരുമാനിച്ചിട്ടുണ്ട്. ഒപ്പം വൻകിട കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുന്നതിനായിരിക്കണം മുൻഗണന നൽകേണ്ടത് എന്നും മുഖ്യമന്ത്രി നിർദ്ദേശിക്കുകയുണ്ടായി. വൻകിട കയ്യേറ്റക്കാരുടെ പട്ടിക തയ്യാറാക്കി അവരെ ഒഴിപ്പിക്കുന്നതിനായിരിക്കും ആദ്യം മുൻഗണന നൽകേണ്ടത്. ഒപ്പം കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുമ്പോൾ കൃത്യമായ നിയമ നടപടികൾ, നോട്ടീസ് നൽകുന്ന അടക്കമുള്ള കൃത്യമായ നിയമ നടപടികൾ സ്വീകരിക്കണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്. പോലീസും റവന്യൂ വകുപ്പും ഇക്കാര്യങ്ങളിൽ യോജിച്ച് പ്രവർത്തിക്കണമെന്നും പ്രാദേശിക രാഷ്ട്രീയ നേതൃത്വങ്ങളെയും ജനപ്രതിനിധികളെയും ഇക്കാര്യത്തിൽ വിശ്വാസത്തിലെടുക്കണമെന്നും അദ്ദേഹം യോഗത്തിൽ വ്യക്തമാക്കുകയുണ്ടായി. ഒപ്പം പട്ടയ വിതരണം ഉടൻ തന്നെ പൂർത്തിയാക്കാനും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഒപ്പം മുൻകൂട്ടി നോട്ടീസ് നൽകി
ആയിരിക്കണം എല്ലാ നടപടികളും തുടരേണ്ടത് എന്നും അദ്ദേഹം യോഗത്തിൽ വ്യക്തമാക്കുകയുണ്ടായി. ഇത്തരത്തിൽ മൂന്നാറിൽ ഇപ്പോൾ കയ്യേറ്റം ഒഴിപ്പിക്കുന്നതിനെതിരെ ഉയർന്ന വിമർശനങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് തുടർ നടപടികൾ സ്വീകരിക്കുമ്പോൾ ഉണ്ടാകേണ്ട ജാഗ്രതയും ഒപ്പം നിബന്ധനകളും എല്ലാം തന്നെ വീണ്ടും വിശദീകരിച്ചാണ് മുഖ്യമന്ത്രി യോഗത്തിൽ സംസാരിച്ചത്. ഒപ്പം യോഗത്തിന് ശേഷം റവന്യൂ മന്ത്രി ഇ ചന്ദ്രശേഖരനും മാധ്യമങ്ങളോട് പ്രതികരിക്കുകയുണ്ടായി. കയ്യേറ്റം ഒഴിപ്പിക്കൽ നടപടികൾ തുടരും എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും മൂന്നാറിലെ കയ്യേറ്റം ഒഴിപ്പിക്കുന്നതിൽ മുന്നോട്ടു പോകാൻ തന്നെയാണ് സർക്കാരിന്റെ തീരുമാനം. സർവകക്ഷി യോഗം വിളിച്ച് കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത വരുത്തിക്കൊണ്ടാണ് തുടർ നടപടികൾ എടുക്കാൻ സർക്കാർ ഇന്ന് ചേർന്ന ഉന്നതതല യോഗത്തിൽ തീരുമാനിച്ചിരിക്കുന്നത്. ജിതിൻ ചന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. മൂന്നാറിലെ വൻകിട കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കണമെന്ന LDF സർക്കാരിനോട് ആവശ്യപ്പെട്ടു. 1977 മുമ്പുള്ള കുടിയേറ്റക്കാർ ഉപാധിരഹിത പട്ടയം നൽകണമെന്നും LDF ആവശ്യപ്പെട്ടു. ദിനകർ ചേരുകയാണ് വിവരങ്ങളുമായി. ദിനകർ, വിശദാംശങ്ങൾ. ഗ്രീഷ്മ, മൂന്നാറിൽ വൻകിട കയ്യേറ്റക്കാരെ ഒഴിപ്പിക്കാൻ ശക്തമായ നടപടികൾ സർക്കാർ കൈക്കൊള്ളണം എന്ന് LDF ആവശ്യപ്പെട്ടു. 1977 മുൻപുള്ള കുടിയേറ്റക്കാർക്ക് പട്ടയം നൽകുന്നതിന് സർക്കാർ നടപടി സ്വീകരിക്കണമെന്നും LDF യോഗത്തിൽ ആവശ്യപ്പെടുകയുണ്ടായി. അതോടൊപ്പം തന്നെ ഇടുക്കി ജില്ലയിൽ സർക്കാരിന്റെ 1ാം വാർഷികത്തിന് മുമ്പായി ഉപാധിരഹിത പട്ടയം നൽകാനും നടപടി സ്വീകരിക്കണം എന്നുള്ള ആവശ്യവും LDF സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. മൂന്നാറിൽ ഒരു കാരണവശാലും കയ്യേറ്റക്കാരെ വെച്ചുപൊറിപ്പിക്കാൻ കഴിയുകയില്ല. കയ്യേറ്റക്കാർക്കെതിരെ ശക്തമായ നടപടികളുമായി മുന്നോട്ട് പോകണം. അനധികൃത നിർമ്മാണ പ്രവർത്തികൾ തടയാൻ അടിയന്തരമായ നടപടികൾ സ്വീകരിക്കണം യോഗം സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതേസമയം കയ്യേറ്റക്കാരെയും രണ്ടായി കണ്ടുവേണം നടപടി സ്വീകരിക്കാൻ എന്നും സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ മൂന്നാർ വിഷയവുമായി ബന്ധപ്പെട്ട് തർക്കങ്ങൾ എല്ലാം അവസാനിച്ചിട്ടില്ലെന്നും ഇക്കാര്യങ്ങൾ ചർച്ചയിലൂടെ പരിഹരിക്കുമെന്നുമാണ് CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ പിന്നീട് യോഗത്തിന് ശേഷം മാധ്യമപ്രവർത്തകരോട് വ്യക്തമാക്കിയത്. മൂന്നാർ പാപ്പാത്തിച്ചോലയിൽ സ്ഥാപിച്ചിരുന്ന കുരിശ് ഏതെങ്കിലും സഭയുടേതല്ല എന്നും കാനം രാജേന്ദ്രൻ ചൂണ്ടിക്കാട്ടുകയുണ്ടായി. അതോടൊപ്പം സർക്കാരിന്റെ 1ാം വാർഷികം വിപുലമായ പരിപാടികളോടെ മെയ് 25 മുതൽ ഒരാഴ്ചക്കാലം ആചരിക്കുന്നതിനും LDF യോഗം തീരുമാനിച്ചിട്ടുണ്ട്. ഇതോടനുബന്ധിച്ച് തിരുവനന്തപുരം, കൊച്ചി, കോഴിക്കോട് എന്നിവിടങ്ങളിൽ കേന്ദ്രീകരിച്ച് പൊതുയോഗങ്ങൾ ചേരാനും തീരുമാനിച്ചു. സർക്കാരിന്റെ 1ാം വാർഷികത്തിന് മുമ്പായി ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇടുക്കി ജില്ലയിൽ ഉപാധിരഹിത പട്ടയം നൽകാനും LDF സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഭീഷ്മ, CPIM CPI ചർച്ച തുടരുമെന്ന് കാനം രാജേന്ദ്രൻ. തർക്കങ്ങൾ പൂർണ്ണമായി പരിഹരിച്ചിട്ടില്ല. കുരിശു പൊളിക്കുന്നത് മുഖ്യമന്ത്രിയെ അറിയിച്ചില്ലെന്നത് സർക്കാർ കാര്യമാണെന്നും കാനം വ്യക്തമാക്കി. ഇല്ല, പ്രശ്നങ്ങളൊക്കെ ഇനിയും ഉണ്ടാവും. അങ്ങനെ അവസാനിക്കുന്നത് അത് ചർച്ച ചെയ്തല്ലേ അവസാനിക്കും. എല്ലാ കാര്യത്തിനും എപ്പോഴും തീരുമാനം ഉണ്ടാകുമോ? ചിലത് വീണ്ടും ചർച്ച ചെയ്യേണ്ടി വരും, കൂടുതൽ ചർച്ച ചെയ്യേണ്ടി വരും. കയ്യേറ്റം ഏത് രൂപത്തിലുള്ളതായാലും ഒഴിപ്പിക്കണമെന്ന് ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർമാൻ VS അച്യുതാനന്ദൻ. കുരിശായാലും കയ്യേറ്റം ഒഴിപ്പിക്കണമെന്നും VS തിരുവനന്തപുരത്ത് പറഞ്ഞു. കയ്യേറ്റം ഏത് രൂപത്തിലുള്ളതായാലും, അത് കുരിശിൻ്റെതായാലും മറ്റെന്തിൻ്റെതായാലും അത് ഒഴിവാക്കപ്പെടേണ്ടത് തന്നെയാണ്. കയ്യേറ്റ ഭൂമിയിൽ കുരിശിനോട് യോജിപ്പില്ലെന്ന് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി. പക്ഷേ കുരിശ് പൊളിച്ചു മാറ്റിയ മാർഗം ശരിയല്ലെന്നും കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി പ്രതികരിച്ചു. സഭ വനഭൂമിയുടെ കയ്യേറ്റം ഒരിക്കലും അംഗീകരിക്കുന്നില്ല, അതിന് എതിരായിട്ടൊന്നും സംസാരിക്കുന്നുമില്ല. പക്ഷെ അതേസമയം അതുകൊണ്ട് വനഭൂമി കയ്യേറ്റത്തെ ന്യായീകരിക്കുകയോ കയ്യേറിയ ഭൂമിയാണെങ്കിൽ അതിൽ കുരിശ് വെച്ചതിനെ ഒന്നും നമ്മൾ അംഗീകരിക്കുന്നില്ല. വനഭൂമി കയ്യേറി കുരിശ് സ്ഥാപിക്കുക എന്നുള്ളതൊന്നും സഭയുടെ പ്രഖ്യാപിത നയമല്ല. ഒരുപക്ഷെ അദ്ദേഹം ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ മതവികാരങ്ങളെ ഇളക്കാൻ സാധ്യതയുള്ള രീതിയിൽ ആ കുരിശ് മാറ്റിയതിനോടായിരിക്കാം അദ്ദേഹം വിയോജിപ്പ് പ്രകടിപ്പിച്ചത്. ഭൂമി കയ്യേറി കുരിശ് സ്ഥാപിച്ചത് ക്രൈസ്തവ ദർശനത്തിനെതിരാണെന്ന് തൃശൂർ ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത്. കുരിശ് പരസ്യമായി നീക്കം ചെയ്യേണ്ടിയിരുന്നില്ല. സ്പിരിറ്റിൽ ജീസസിനെ കത്തോലിക്ക സഭ അംഗീകരിക്കുന്നില്ലെന്നും ബിഷപ്പ് വ്യക്തമാക്കി. കെട്ടിടങ്ങൾ പണിയുക, കുരിശ് സ്ഥാപിക്കുക, മതത്തിൻ്റെതായ അമ്പലങ്ങൾ, ദേവാലയങ്ങൾ പണിയുക, ഇതിനെ ഒന്നിനെയും ക്രൈസ്തവ സമൂഹം അല്ലെങ്കിൽ രാഷ്ട്ര സമൂഹം അംഗീകരിക്കുന്നില്ല. മതപ്രതീകമായ ഒരു പൂജ്യമായ ഒരു പ്രതീകത്തെ അത് അവിടെ നിന്ന് മാറ്റുന്നത് അത് അങ്ങനെ ചെയ്യേണ്ടതായിരുന്നില്ല. അത് മാറ്റണമെങ്കിൽ അത് പരസ്യങ്ങളൊന്നും കൊടുക്കാതെ രഹസ്യമായി അതൊക്കെ മാറ്റാമായിരുന്നു എന്നൊരു തോന്നലുണ്ട്. അതൊഴികെ ബാക്കി കയ്യേറിയതിനെ അംഗീകരിക്കുന്നില്ല.
മുന്നണിയിൽ ചർച്ച ചെയ്യാതെ കെ.എം. മാണി യു.ഡി.എഫിലേക്ക് ക്ഷണിച്ച എം.എം. ഹസന്റെ നടപടിക്കെതിരെ യു.ഡി.എഫ് യോഗത്തിൽ രൂക്ഷ വിമർശനം. കെ.എം. മാണിയെ യു.ഡി.എഫിലേക്ക് ക്ഷണിക്കേണ്ട കാര്യമില്ലെന്ന് യു.ഡി.എഫ് കൺവീനർ പി. തങ്കച്ചൻ യു.ഡി.എഫ് തീരുമാനങ്ങൾ വിശദീകരിച്ച് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. മൂന്നാറിലെ ഒഴിപ്പിക്കലിന്റെ ഭാഗമായി കുരിശു തകർത്ത നടപടി അധാർമികമായി പോയെന്നും പി. തങ്കച്ചൻ പ്രതികരിച്ചു. മലപ്പുറം തെരഞ്ഞെടുപ്പ് വിജയമായിരുന്നു യു.ഡി.എഫ് നേതൃയോഗത്തിലെ പ്രധാന അജണ്ട. പി.കെ. കുഞ്ഞാലിക്കുട്ടിയെ അഭിനന്ദിച്ച യോഗം വോട്ടിംഗ് ശതമാനവും ചർച്ച ചെയ്തു. ഇതിനു പിന്നാലെ SJDU നേതാക്കൾ മാണി വിഷയം യോഗത്തിൽ ഉന്നയിക്കുകയായിരുന്നു. മുന്നണിയിലെ ചർച്ചയോ തീരുമാനമോ ഇല്ലാതെ എന്തടിസ്ഥാനത്തിലാണ് KPCC പ്രസിഡന്റ് എം.എം. ഹസൻ യു.ഡി.എഫിലേക്ക് കെ.എം. മാണിയെ ക്ഷണിച്ചതെന്ന് നേതാക്കൾ ചോദിച്ചു. ഹസന്റേത് മുന്നണി മര്യാദയുടെ ലംഘനമാണെന്നും SJDUയും കേരള കോൺഗ്രസ് ജേക്കബ് വിഭാഗവും കുറ്റപ്പെടുത്തി. കെ.എം. മാണിയെ നിലവിലെ സാഹചര്യത്തിൽ യു.ഡി.എഫിലേക്ക് ക്ഷണിക്കേണ്ടതില്ലെന്നും ലീഗ് ഒഴികെയുള്ള ഘടകകക്ഷികൾ യോഗത്തിൽ അഭിപ്രായപ്പെട്ടു. എന്നാൽ മാണിയുടെ തിരിച്ചുവരവ് തള്ളിക്കളയരുതെന്ന് പി.കെ. കുഞ്ഞാലിക്കുട്ടി ആവശ്യപ്പെട്ടു. അതേസമയം മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് താൻ മറുപടി പറയുകയായിരുന്നു എന്നാണ് എം.എം. ഹസൻ വിമർശനത്തിന് വിശദീകരണം നൽകിയത്. മാണിയെ യു.ഡി.എഫിലേക്ക് ക്ഷണിക്കുന്നതിനെക്കുറിച്ചുള്ള ചോദ്യത്തിന് യു.ഡി.എഫ് കൺവീനറുടെ മറുപടി ഇങ്ങനെ: പന്ത് മാണി സാറിൻ്റെ കോർട്ടിലാണ്, അദ്ദേഹമാണ് തീരുമാനിക്കേണ്ടത്. പ്രത്യേകം ക്ഷണിക്കേണ്ട കാര്യമില്ല, ഓപ്പൺ ഇൻവിറ്റേഷൻ കിടക്കാം, വാതിൽ കൊട്ടിയെടുത്തിട്ടില്ല. മൂന്നാറിലെ കയ്യേറ്റം ഒഴിപ്പിക്കലിന്റെ ഭാഗമായുള്ള കുരിശ് നീക്കം ചെയ്യലിലും പി. തങ്കച്ചൻ പ്രതികരിക്കാതിരുന്നില്ല. കുരിശ് പൊളിച്ചത് വളരെ അധാർമികമായി പോയി. അത് മറ്റു വഴികളുണ്ടായിരുന്നു. സ്ഥലം കൈവശപ്പെടുത്തിയിട്ട് കുരിശ് അവരോട് തന്നെ പൊളിച്ച് മാറ്റാം, അതൊക്കെയാണ് മര്യാദ. ഈ ഒറ്റയടിക്ക് അത് പൊളിച്ചു കളി അത് വളരെ നികൃഷ്ടമായ രീതിയിൽ പിടിച്ച് വളച്ച് ഓടിച്ച് അത് ഒരു ക്രിസ്ത്യൻ വിശ്വാസികളെ സംബന്ധിക്കുന്നതോട് മാനസികമായി വലിയ ഒരു പ്രയാസം ഉണ്ടായിട്ടുണ്ട്. ഫോർവേഡ് ബ്ലോക്കിനെ യു.ഡി.എഫിൽ ക്ഷണിതാവാക്കാനും കന്റോൺമെന്റ് ഹൌസിൽ ചേർന്ന യു.ഡി.എഫ് യോഗത്തിൽ തീരുമാനമായി. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. പാപ്പാത്തിച്ചോലയിൽ ഭൂമി കയ്യേറിയ സ്പിരിറ്റ് ഇൻ ജീസസ് സംഘടനാ മേധാവി ടോംസ് കറയ്ക്കെതിരെ കേസെടുത്തു. ഭൂസംരക്ഷണ നിയമപ്രകാരമാണ് കേസെടുത്തത്. കയ്യേറ്റം ഒഴിപ്പിക്കാനെത്തിയ ഉദ്യോഗസ്ഥർക്ക് മാർഗതടസ്സം സൃഷ്ടിച്ച വാഹന ഉടമയ്ക്കെതിരെയും കേസെടുത്തു. ഇടുക്കി സൂര്യനിലയിലെ പാപ്പാത്തിച്ചോലയിൽ ഇന്നലെ ഉണ്ടായ സംഭവവുമായി ബന്ധപ്പെട്ടാണ് പോലീസ് 2 കേസുകൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. തൃശൂർ ആസ്ഥാനമായ സ്പിരിറ്റ് ഇൻ ജീസസ് ട്രസ്റ്റിന്റെ ചെയർമാൻ ടോം സെക്രിയ, അദ്ദേഹത്തിന്റെ കൂട്ടാളി തൃശൂർ മണ്ണുത്തി സ്വദേശി K.A. കുറുഞ്ചു എന്നിവർക്കെതിരെയാണ് ശാന്തൻപാറ പോലീസ് കേസെടുത്തത്. ദേവികുളം അഡീഷണൽ തഹസിൽദാരുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കേസ്. ഭൂസംരക്ഷണ നിയമത്തിലെ സെക്ഷൻ 7(1) പ്രകാരം അനുമതിയില്ലാതെ സർക്കാർ ഭൂമിയിൽ അതിക്രമിച്ച് കടന്ന് നിർമ്മാണ പ്രവർത്തനം നടത്തിയതിനും ഇന്ത്യൻ പീനൽ കോഡ് സെക്ഷൻ 447 പ്രകാരം സർക്കാർ ഭൂമിയിൽ അതിക്രമിച്ച് കടന്നതിനുമാണ് ടോം സെക്രിയക്കെതിരെ കേസെടുത്തത്. കയ്യേറ്റം ഒഴിപ്പിക്കാനെത്തിയ റവന്യൂ ഉദ്യോഗസ്ഥരെ കാർ ഉപയോഗിച്ച് മാർഗതടസ്സം സൃഷ്ടിച്ചതിനും സർക്കാർ ഉദ്യോഗസ്ഥരുടെ കൃത്യനിർവഹണത്തിന് തടസ്സം വരുത്തിയതിനുമാണ് IPC സെക്ഷൻ 353 പ്രകാരം K.A. കുറുഞ്ചുവിനെതിരെ കേസെടുത്തത്. അതേസമയം കയ്യേറ്റം ഒഴിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട രേഖകൾ പരിശോധിക്കാൻ ദേവികുളം സബ് കളക്ടർ പ്രത്യേക സംഘത്തെ നിയോഗിച്ചു. മൂന്നാറിലും പരിസര പ്രദേശത്തെ പഞ്ചായത്തുകളിലും കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് നടന്ന അനധികൃത നിർമ്മാണങ്ങൾ കണ്ടെത്തുകയാണ് പുതിയ ലക്ഷ്യം. അതേസമയം കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട ആസൂത്രിത വാർത്തകൾ പ്രചരിപ്പിക്കുന്ന മാധ്യമങ്ങൾക്കെതിരെയുള്ള പരാതി ജീവനക്കാർ ജില്ലാ കളക്ടറെ ധരിപ്പിച്ചിട്ടുമുണ്ട്. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. സംസ്ഥാനത്ത് ഇത്തവണത്തെ വരൾച്ചയിൽ 50% കാർഷിക വിളകൾ നശിച്ചതായി കേന്ദ്ര സംഘം വിലയിരുത്തി. വരൾച്ചയുടെ വിശദാംശങ്ങൾ ലഭിച്ച ശേഷം കൂടുതൽ ധനസഹായം നൽകുന്ന കാര്യം പരിഗണിക്കുമെന്ന് വരൾച്ചയെപ്പറ്റി പഠിക്കാനെത്തിയ കേന്ദ്ര സംഘത്തലവൻ അശ്വിനി കുമാർ മാധ്യമങ്ങളോട് പറഞ്ഞു. മുഖ്യമന്ത്രി അടക്കമുള്ള മന്ത്രിമാരുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷമായിരുന്നു കേന്ദ്ര സംഘത്തിന്റെ പ്രതികരണം. സംസ്ഥാനത്തെ വരൾച്ച സംബന്ധിച്ച് പഠിക്കാനെത്തിയ കേന്ദ്ര സംഘം മുഖ്യമന്ത്രി അടക്കമുള്ള മന്ത്രിമാരെ കണ്ട് ചർച്ച നടത്തി. 995.5 കോടി രൂപയുടെ വരൾച്ചാ ദുരിതാശ്വാസമാണ് സംസ്ഥാനം കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടത്. ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയിൽ അധിക തൊഴിൽ ദിനം ചേർക്കണമെന്ന കേരളത്തിന്റെ ആവശ്യം കേന്ദ്രം നിലവിൽ അംഗീകരിച്ചിട്ടുണ്ട്. ചരിത്രത്തിലെ ഏറ്റവും വലിയ വരൾച്ചയാണ് ഇത്തവണ ഉണ്ടായതെന്ന് മുഖ്യമന്ത്രി കേന്ദ്ര സംഘത്തെ ധരിപ്പിച്ചു. 35,000-ഓളം ഹെക്ടർ പ്രദേശത്തെ കൃഷിനാശം ഉണ്ടായതായും സംസ്ഥാനം കേന്ദ്രത്തെ അറിയിച്ചു. സംസ്ഥാനത്ത് കൃഷി ചെയ്യുന്ന 50%-ലേറെ കാർഷിക വിളകൾക്ക് നഷ്ടമുണ്ടായതായി കേന്ദ്ര സംഘത്തലവൻ അശ്വിനി കുമാർ മാധ്യമങ്ങളോട് പറഞ്ഞു. വരൾച്ചാ നഷ്ടത്തിന്റെ വിശദാംശങ്ങൾ ലഭിച്ച ശേഷം ആവശ്യമെങ്കിൽ കൂടുതൽ ധനസഹായം നൽകുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. The major more than 50% crop damage is there and some area is slightly less. And there are NDRF norms are there. On those norms and the data which has been provided by the state government, we'll try to correlate it and submit the report to the Secretary Agriculture. വരൾച്ചയിൽ നാണ്യവിളകളെ കൂടി ഉൾപ്പെടുത്തണമെന്ന കാര്യം സജീവമായി പരിഗണിക്കുമെന്ന് കേന്ദ്ര സംഘം പറഞ്ഞു.
വരൾച്ച രൂക്ഷമായ മലപ്പുറം, വയനാട്, തൃശൂർ, പാലക്കാട്, എറണാകുളം, തിരുവനന്തപുരം എന്നീ ജില്ലകളിൽ കഴിഞ്ഞ 3 ദിവസത്തിലേറെയായി പര്യടനം നടത്തിയ ശേഷമാണ് കേന്ദ്ര സംഘം മുഖ്യമന്ത്രിയെ കണ്ടത്. കേന്ദ്ര കൃഷി മന്ത്രാലയത്തിന്റെ ജോയിന്റ് സെക്രട്ടറി അശ്വിനി കുമാർ IASന്റെ നേതൃത്വത്തിലുള്ള 11-അംഗ സംഘമാണ് കേരളത്തിലെത്തിയത്. കേന്ദ്ര സംഘവുമായുള്ള ചർച്ചയ്ക്ക് മുഖ്യമന്ത്രിയെ കൂടാതെ ഇ ചന്ദ്രശേഖരൻ, തോമസ് ഐസക്, VS സുനിൽകുമാർ, മാത്യു ടി തോമസ്, പി തിലോത്തമൻ എന്നിവരും ചീഫ് സെക്രട്ടറി അടക്കമുള്ള ഉദ്യോഗസ്ഥ പ്രമുഖരും ചർച്ചയിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം.